കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകർ എക്സൈസിന്റെ പിടിയിൽ. സംവിധായകനായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ, സുഹൃത്ത് ഷാലിഫ് മുഹമ്മദ് എന്നിവരെയാണ് ഗോശ്രീയിലെ ഫ്ളാറ്റിൽ നിന്നും പിടികൂടിയത്. സംഭവത്തിന് പിന്നാലെ സംവിധായകരെ ഫെഫ്ക സസ്പെൻഡ് ചെയ്തു. ഫ്ളാറ്റ് ഉടമയായ സമീർ താഹിറിനെ ചോദ്യം ചെയ്യുമെന്ന് എക്സൈസ് സംഘം വ്യക്തമാക്കി. ഞായറാഴ്ച പുലർച്ചെ ഗോശ്രീ പാലത്തിന് സമീപമുള്ള ഫ്ളാറ്റിൽ എക്സൈസ് നടത്തിയ രഹസ്യ പരിശോധനയിലാണ് സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ, സുഹൃത്ത് ഷാലിഫ് മുഹമ്മദ് എന്നിവർ അറസ്റ്റിലായത്. 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. എന്നാൽ പിടികൂടിയ കഞ്ചാവ് അളവിൽ കുറവായതിനാൽ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. കഞ്ചാവ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് 3 പേരും എക്സൈസിന്റെ പിടിയിലായത്. ഇവർക്ക് കഞ്ചാവ് നൽകിയവരെക്കുറിച്ചുള്ള വിവരവും എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് അന്വേഷണം തുടരാനാണ് എക്സൈസിന്റെ തീരുമാനം. അതേസമയം കേസിൽ ഛായാഗ്രഹകൻ സമീർ താഹിറിനെയും എക്സൈസ് ചോദ്യം ചെയ്യും. സമീറിനെ നോട്ടീസ് നൽകി വിളിപ്പിക്കുമെന്നും കേസിൽ കൂടുതൽ അന്വേഷണമുണ്ടാവുമെന്നും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ TM മജു പറഞ്ഞു. ആക്ട് പ്രകാരം കേസ് എടുത്തിരിക്കുന്നത് ശരിക്കും റൂമിൽ നിന്നാണ്. ശരിക്കും അങ്ങനെ ഒരു താവളം ഇതുപോലെ ഉപയോഗിക്കാനായിട്ടൊരു താവളം കൊടുക്കുന്നവരെ NDPS ആക്ട് പ്രകാരം കുറ്റകരമാണോ? അല്ല, അത് നോട്ടീസ് അയച്ച ശേഷം അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച ശേഷം നമ്മളതിന് തുടർന്ന് നോട്ടീസ് ചെയ്യും. ഇനി ഫർദറായിട്ട് ഇനി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ബോങ് എവിടെ നിന്ന് വാങ്ങിച്ചു, ആ ബോങ് എവിടെ നിന്നാണ് ഇത് സപ്ലൈ ചെയ്യുന്നത്, അതൊക്കെ ഞങ്ങളുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരും. അത് സീസ് ചെയ്യപ്പെടും. ഇനി അത് എവിടെ നിന്ന് ഏത് കടകളിൽ നിന്നാണ് വിൽക്കുന്നത് അതൊക്കെ നമ്മൾ സീസ് ചെയ്യപ്പെടും. ആലപ്പുഴ ജിംഖാന, തല്ലുമാല തുടങ്ങി നിരവധി സിനിമകളുടെ സംവിധായകനാണ് ഖാലിദ് റഹ്മാൻ. തമാശ, ഭീമന്റെ വഴി, സുലൈഖ മൻസിൽ എന്നീ സിനിമകളുടെ സംവിധായകനാണ് അഷ്റഫ് ഹംസ. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.